ജസ്മരിയ അപ്പോൾ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ തൃശ്ശൂരിലെ മൈസൂർക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ പാലപ്പള്ളി ഭാഗത്ത് ഇതുപോലെ മൈസൂർ എന്ന് പേരുള്ള സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. നമുക്ക് ബസ് ഫെയർ 55 രൂപ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് പാലപ്പള്ളി അല്ല സോറി മൈസൂർക്ക് 33 സംതിങ് കിലോമീറ്റർ ഉണ്ട് എവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോകാനായിട്ട്. ഇത് വാരാക്കര ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ശേഷം ഏറ്റവും വലിയ പൂരം നടക്കുന്നത്, സെക്കൻഡ് ലാർജസ്റ്റ് പൂരം എന്നൊക്കെ പറയില്ലേ, രണ്ടാമത്തെ വലിയ പൂരം നടക്കുന്നത് ഈ അമ്പലത്തിലാണ്. നമ്മൾ കുറേ ദൂരം അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം ഇരുന്നു, അങ്ങനെ ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴാണ് ബസ് കിട്ടിയത്. നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യം മൈസൂർക്ക് പോവുമോ എന്ന് ചോദിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ട് അതിൻ്റെ ഒരു എൻട്രൻസ് പോലെ ഭാഗമുണ്ട്, അവിടെ നിർത്തിയിട്ട് ഇവർ പോവും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാനുള്ള വഴിയൊന്നും അറിയത്തില്ല. നമ്മൾ കുറേ പോവാനുണ്ട്, അവിടെ നിന്ന് നടക്കാൻ ഇനിയും ഉണ്ട് കേട്ടോ. നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ കൈ പിടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പാലപ്പള്ളി വരന്തരപ്പള്ളി അങ്ങനെയുള്ള നല്ല എന്താ പറയുക സെൻറ്റേഴ്സ് പോലെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരിക. ഇവിടെ ഹോട്ടലുകളൊന്നും ഇല്ല. നമുക്ക് ചെറിയ ചെറിയ ചായ അങ്ങനെ വല്ല ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ടിയുള്ള ചെറിയ കടകളുള്ളൂ. നമ്മൾ ഇതിപ്പോൾ ഉള്ളത് ആടുംപാലത്തിലാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇത് ഒരു നല്ല ആട്ടമുള്ള ഒരു പാലമാണ്. ആട്ടം എന്ന് പറഞ്ഞാൽ നല്ല ആട്ടമുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മുടെ പ്രളയമൊക്കെ വന്ന സമയത്ത് ഒരു മരമൊക്കെ വീണ് ഒടിഞ്ഞ് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു പാലാണ്. അത് ഇവിടുത്തെ നാട്ടുകാരും അങ്ങനെയുള്ള എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഇത് പണിത് വീണ്ടും റീബിൽഡ് ചെയ്ത് അതൊക്കെ വലിച്ചു കെട്ടി എന്തൊക്കെയോ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന പാലമാണ്. സത്യം പറഞ്ഞാൽ നല്ല ആട്ടമൊക്കെ ഉണ്ട്. ചെറിയ അഡ്വഞ്ചറസ് ആയെന്ന് പറയാം അമ്മയ്ക്ക്. എനിക്കായിരുന്നില്ല, ഞാനൊരു കോമൺ ആയിട്ട് ഒരു പാലത്തിൽ നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വലിയ റിസ്കി ആയിട്ടൊന്നും തോന്നിയില്ല. അഡ്വഞ്ചറസ് ആണ് എന്തായാലും. നിലത്ത് വീണ് കഴിഞ്ഞാൽ നല്ല രസമാണ്. വെള്ളം എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റില്ല. കാലൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഇളക്കമുണ്ട്. പിന്നെ ഈ പഴുകിയ മരത്തുമൊക്കെ ചവിട്ടുമ്പോൾ കിഴുകെന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു വിയേർഡ് സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഈ മരത്തുമ്മ ഇങ്ങനെ അമരുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓക്കെയാണ്, എല്ലാതും സെറ്റ്, വലിയ കുഴപ്പമൊന്നുമില്ല. നടുവിൽ കൂടെ നടക്കാൻ വെച്ചാൽ സേഫ് ആയിരിക്കും. അതിൻ്റെ അടിയിലൊരു കമ്പിയുണ്ട്. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് ചവിട്ടാൻ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കാല് വെച്ച് ആ വെയിറ്റിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. മരം പൊട്ടാൻ അറിയത്തില്ല. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയ സൈഡിൽ കൂടെ ഒരു പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. അപ്പുറത്തേക്ക് വെള്ളം എത്തിക്കാനുള്ളതായിരിക്കും. ഫ്രഷ് വാട്ടേഴ്സ് പോലെ. ഈ അടിയിലത്തെ വെള്ളം എങ്ങനത്തെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് മെയിൻ ടൗണിൽ നിന്ന് ട്രൈബൽ ഏരിയയ്ക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാലാണ്. ഈ പാലല്ലാതെ വേറൊരു വഴിയുണ്ട്. നമുക്ക് ഗൈഡ് പോലെ ഒരു ചേട്ടൻ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ദൂരം വന്ന വഴി നേരെ പോയിട്ട് വളഞ്ഞ് എത്തിക്കഴിഞ്ഞ് ഇവരുടെ ട്രൈബൽ ഏരിയയിലേക്ക് എത്തും. ഈ പാലത്തിൻ്റെ ഇതുപോലെ വേറൊരു പാലം കൂടി ഉണ്ട്. ആ പാലം കടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ എത്താനായിട്ടുണ്ട്. പക്ഷെ ലെങ്ത്ത് കൂടുതലാണ്, നടന്നെത്താനായിട്ട് എളുപ്പമല്ല, കുറേ ദൂരം ഇങ്ങനെ നടക്കണം. അതുകൊണ്ട് എല്ലാവരും ഈ ആടുപാലത്തിൽ കൂടിയാണ് പോകാമെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ. ഇവിടെ അതിൻ്റെ അടിയിലുണ്ടെന്ന പുഴയാണ്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഇറങ്ങി. വേറൊന്നും ചെയ്യാനും ഇല്ല, നല്ല മരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. വെയിലുണ്ടായിരുന്നു, എന്നാൽ ആ വെയിലിൻ്റെ ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഒരു കൂളിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ചുറ്റിലും റബ്ബർ തോട്ടമാണ് നമ്മൾ വന്നപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നത്. മൊത്തം റബ്ബറായിരുന്നു. ഇടതും വലവും റബ്ബറായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പുല്ലുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പുഴ എന്ന് പറയുന്നത് ഈ ആനകളൊക്കെ വന്നിട്ട് കുളിക്കുകയും വെള്ളം കുടിക്കുകയും പിന്നെ പശു അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാതും വന്നിട്ട് വെള്ളം കുടിക്കുമെന്നാണ് പറഞ്ഞത്. ആനനെ ഒഴികെ ബാക്കിയുള്ള ഏകദേശം എല്ലാത്തിനെയും കണ്ടു. പുലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ആനയാണ് ഇവിടെ വരാമെന്ന് പറഞ്ഞത്. ആനേനെ കണ്ടിട്ടില്ല. ആടിനെ കണ്ടു, പശുവിനെ കണ്ടു.
പോത്തിനെ കണ്ടു. ഇത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. വരുന്ന വഴിക്ക് മൊത്തം പോത്തും പശുവായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആനയൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ. ഇവിടുത്തെ അതായത് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് വീട്ടിൻ്റെ അടുത്ത് വരെ ആനകളൊക്കെ വരാം അങ്ങനെയുള്ളവരൊക്കെയാണ്. ഇവിടെ ഏകദേശം എല്ലാവരും കണ്ടിടത്തോളം റബ്ബർ ടാപ്പിങ്ങിനാണ് എല്ലാവരും പോകുന്നത്. ഇത് കുറേ ഉള്ളത് കൊണ്ട് എല്ലാവരും റബ്ബർ ടാപ്പിങ്ങിനാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വന്നിട്ട് റിലാക്സ് ചെയ്ത് വെള്ളത്തിലിരിക്കാൻ, നല്ല ചൂടത്ത് വന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിലിരിക്കാൻ നല്ല സുഖമാണല്ലോ. ഐസും കട്ടയിൽ കയറി വന്നിട്ട് കൈ പൊള്ളിയിട്ട് ഐസും കട്ടയിൽ വെക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ പുറത്ത് നല്ല വെയിൽ, കട്ട ചൂട്. ഞങ്ങൾ വന്നത് ഇതുപോലെ നല്ല വെയിലുള്ള സമയത്ത് തന്നെയാണ്, ഏപ്രിൽ മെയ് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പായിരുന്നു, വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു അത്യാവശ്യം. വെള്ളം കുറച്ച് കരയോട് അടുക്കും തോറും നല്ല ക്ലിയർ ആയിരുന്നു വെള്ളം. എന്നാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും അടിയത്തെ കാര്യങ്ങളൊക്കെ കാണണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ പോലെ ഫ്രീസ് പായാണ് ഇവിടെ ഉള്ളത്. അതായത് കുറേ മീനുകൾ വന്നിട്ട് ഇങ്ങനെ കാലുമ്മ കടിക്കും. എനിക്ക് മീനിൻ്റെ കടി അത്ര രസകരമായി തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ മുള്ളു കുത്തണ പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് കാല് വെക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ കുറച്ചുകൂടി വെള്ളം കുറവുള്ള സ്ഥലത്തായിരുന്നു ഇരിക്കണത്. പിന്നെ കാലിട്ട് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അടിച്ച് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നോക്കി എൻ്റെ കാലുമ്മ കടിക്കാൻ വരരുത് എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അമ്മയും എല്ലാവരും വെള്ളത്തിൽ മീൻ കടിച്ചോന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാലിൽ കുറേ പീസ് ഇതുപോലെ തൊലി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനതിന് സമ്മതിച്ചില്ല. എനിക്കതിനോടൊരു ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്തില്ല. ഒരു നല്ല സ്പോട്ടാണ്, പിക്നിക്കിനൊക്കെ വരാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. എനിക്ക് നീരുവീഴ്ചയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.